എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായി നന്നായി പഴുത്ത നല്ല നാട്ടുമാങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ നമ്മളൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി നമ്മളിവിടെ കുറച്ച് ചിരകിയ തേങ്ങ, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം ഇവ ചേർത്ത് നന്നായി അരച്ചെടുത്തു. നമ്മുടെ മാങ്ങ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർക്കാം. ഈ സമയം നമുക്ക് ഉപ്പും ചേർത്ത് അരപ്പ് നന്നായി ഒന്ന് ഇളക്കി തിള വരുന്നത് വരെ നന്നാക്കി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മോരും കൂടി ചേർക്കണം. മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് പോകാതെ ശ്രദ്ധിച്ചോണം. നന്നായിട്ട് ഇളക്കി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. മാങ്ങയുടെ മധുരവും തൈരിൻ്റെ പുളിയും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക രുചിയാണ്. ഇനിയും ഇതിനു വേണ്ടി ഒരു താളിപ്പുണ്ടാക്കണം. അതിനായി നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞതും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് ഒഴിക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.